Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സോ M.Com തേർഡ് സെമസ്റ്ററിലെ ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SI ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് അഡ്മിഷനും, അതുപോലെ തന്നെ BCom BBA M.Com MBA ഈ കോഴ്സസിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അസൈൻമെന്റ് സപ്പോർട്ട്, നോട്ട്സ് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ളത് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ഇതൊക്കെ അവൈലബിൾ ആവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. M.Com തേർഡ് സെമസ്റ്ററിലെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. സോ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ 4 ബ്ലോക്കുകൾ. ഫസ്റ്റ് ബ്ലോക്കിൽ ബേസിക്സ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ 4 യൂണിറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ് ആണ് നെക്സ്റ്റ് വരുന്നത്, 2 യൂണിറ്റ്സ് ആണ് അതിൽ വരുന്നത്. ദെൻ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ 2 യൂണിറ്റ്സ്, പോർട്ട്ഫോളിയോ റിവിഷൻ ആൻഡ് ഇവാലുവേഷൻ 2 യൂണിറ്റ്സ്. ഇതാണ് ടോട്ടൽ നമ്മുടെ 4 ബ്ലോക്കിന്റെ ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ഇപ്രാവശ്യം എക്സാമിന് പ്രതീക്ഷിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ അതിലാദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ ബേസിക്സ് ആണ്. അതിലാദ്യം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, സ്റ്റാർട്ട് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കയ്യിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം എന്ന് മാത്രം. ഇനി നമ്മൾ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് നീഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. 5 മാർക്കിൻ്റെ നമ്മൾ നീഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പരിഗണിക്കുക. ദെൻ നെക്സ്റ്റ് 2 മാർക്സിൻ്റെ മാത്രമായിട്ട് ഇപ്പോൾ ഗാംബ്ലിംഗ് എന്താണെന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെയിലേക്ക് മാത്രമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. മെയിനായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യനിലോട്ട് നിങ്ങൾ കിടക്കാം. എല്ലാതും പഠിക്കേണ്ടെന്നല്ല, ഞാൻ പറഞ്ഞു മാത്രം പഠിച്ചു പോകണമെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ആദ്യം പഠിക്കുക, അതിനുശേഷം ടൈമിൻ്റെ ബേസിൽ ബാക്കിയുള്ളതിലേക്ക് പോവാം. ഓക്കെ, ഹൈ മാർക്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റർ ബയാസസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. സോ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ബിഹേവിയറൽ ഫിനാൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം എന്താണ് ബിഹേവിയറൽ ഫിനാൻസ്? 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബിഹേവിയറൽ ഫിനാൻസിൽ പല ബയാസസ് ഉണ്ട്. 5 മാർക്കായിട്ടോ അതല്ലെങ്കിൽ essay ആയിട്ടടക്കം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ കൂടുതൽ 5 മാർക്സിലാണ് പ്രതീക്ഷിക്കുന്നത്. ഹ്യൂറിസ്റ്റിക്സ് റിലേറ്റഡ് ടു ബിഹേവിയറൽ ഫിനാൻസ് അങ്ങനെ ഒരു ചോദ്യമായിരിക്കാം, അതല്ലെങ്കിൽ ബയാസസ് റിലേറ്റഡ് ടു ബിഹേവിയറൽ ഫിനാൻസ് അങ്ങനെ ഇരിക്കാം. ഓക്കെ, ദെൻ രണ്ടാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഇതിൽ പല പല ടോപ്പിക്കുകളുണ്ട്, പോയിന്റ്സ് ഉണ്ട്. പാങ്കറിങ്, ഫ്രെയിമിങ്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ 2 മാർക്കിന് മെൻ്റൽ അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബയാസസിൽ അങ്ങനെയും വേണമെങ്കിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കും. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ 5 മാർക്കും 2 മാർക്കിലാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. മെൻ്റൽ അക്കൗണ്ടിങ് 2 മാർക്സിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 3, അസറ്റ് അലോക്കേഷൻ. ഇതാണ് നമ്മുടെ യൂണിറ്റ്. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു essay ക്വസ്റ്റ്യൻ, essay ആവാം, 5 മാർക്ക് 2 മാർക്ക്, അങ്ങനെ എല്ലാത്തിലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു യൂണിറ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. അതിലോട്ട് പോണേക്കാൾ മുമ്പ് അതിൽ ഡിവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും, 2 മാർക്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്താണ്? എക്സ്പ്ലെയിൻ
ടു ബ്രോഡ് ഹെഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്. ഒരു എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നിർബന്ധമായും പഠിക്കുക. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും 2 മാർക്കിലും 5 മാർക്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് അതിൽ ട്രഡീഷണൽ ഉണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ എസ് എ ടോപ്പിക്കാണ്. ഉള്ളിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ബോൺസ്, CP, കൊമേഴ്ഷ്യൽ, ഇതൊക്കെ ചിലപ്പോൾ സെപ്പറേറ്റ് 2 മാർക്കിലേക്കും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു എസ് എ ചോദ്യമാണ് കേട്ടോ അത്. എസ് എക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്, 5 മാർക്കിലേക്കും വേണമെങ്കിൽ പരിഗണിക്കാം. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ എസ് എക്കുള്ള ഒരു ടോപ്പിക്കാണത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ബെനഫിറ്റ്സ്, ലിമിറ്റേഷൻസ് ഏതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ SIP 2 മാർക്ക് ചോദ്യത്തിന് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സ് ചോദ്യം ULEAP, അതുപോലെ തന്നെ SIP പോലെ തന്നെയാണ് SWP, ഇതൊക്കെ 2 മാർക്കിൻ്റെയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണം SIPയോ SWPയോ ULEAP പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ 2 മാർക്ക് ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീനിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സും മ്യൂച്വൽ ഫണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് 5 മാർക്കിൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സോവറിൻ ഗോൾഡ് ബോൺഡ്സ് എന്താണ്, 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ. അതിനുശേഷം ക്രിപ്റ്റോ കറൻസി ഒന്നുകിൽ 2 മാർക്സ് ചോദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്കിൻ്റെയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ ചാപ്റ്റർ പരമാവധി പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എന്തായാലും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു എസ്സേ 2 മാർക്സ് 5 മാർക്സ്. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 3. ഇനി നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് നമ്പർ 4 നെക്സ്റ്റ് കിടക്കണ്ടേ. അപ്പോൾ യൂണിറ്റ് നമ്പർ 4 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഇതിലിപ്പോൾ മെഷർമെൻറ്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ആണ്. അപ്പോൾ റിസ്ക് എന്താണ്, ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് റിസ്കിൽ ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആൻഡ് സിസ്റ്റമാറ്റിക് 2 മാർക്കിന് എന്തെങ്കിലും ചോദിച്ചാലായി. പിന്നെ മാർക്കറ്റ് റിസ്ക് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഇതൊക്കെ 2 മാർക്സിൻ്റെയിലേക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അത്രയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ വാല്യൂ അറ്റ് റിസ്ക് VAR 2 മാർക്കിന് വന്നാലായി. അത് വിട്ടിട്ട് ഞാൻ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു യൂണിറ്റിൽ നിന്ന്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് ബ്ലോക്കിലെ 4 യൂണിറ്റ്സ്. ഫസ്റ്റ് ബ്ലോക്കിലെ 4 യൂണിറ്റ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ ഏരിയാസിലോട്ട് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുക. അതിന് ശേഷം ടൈമിൻ്റെ ബേസിൽ ബാക്കിയുള്ളതിലേക്കും ശ്രദ്ധ കൊടുക്കുക. ഓക്കെ. ബാക്കിയുള്ളത് നോക്കണ്ടെന്നല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പഠിക്കുക, അതിന് ശേഷം ബാക്കിയുള്ളത്. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2, ഫണ്ടമെൻ്റൽ അനാലിസിസ്. പോർട്ട്ഫോളിയോ അനാലിസിസ് ആണ് ബ്ലോക്ക്. അതിൽ ഫണ്ടമെൻ്റൽ ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്. സോ നെക്സ്റ്റ് ഞാനൊരു എസ്സേ പ്രതീക്ഷിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഇതിൽ നിന്ന് എസ്സേയും അതുപോലെ തന്നെ 5 മാർക്ക് ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. സോ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്? 2 മാർക്ക് ചോദ്യത്തിൽ ഇങ്ങനെ ഇടാം. അപ്രോച്ചസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. അതിൽ EIC, ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ്, അതിൻ്റെ ഫ്രെയിം വർക്ക്. എസ്സേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ അപ്രോച്ചിൽ ഈ ബോട്ടം അപ്രോച്ച്, ടോപ്പ് അപ്രോച്ച് അതൊക്കെ ഉണ്ട്. ബോട്ടം അപ്പ് അപ്രോച്ച് ഉണ്ട്. അതിനൊക്കെ മുമ്പ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഉണ്ട്. ചില സമയത്ത് അത് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളൂ. ദെൻ എസ്സേക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു ചോദ്യം ഫണ്ടമെൻ്റൽ അനാലിസിസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നു. എന്തായാലും പഠിക്കാം. ഇനി നെക്സ്റ്റ് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അപ്പോൾ നിങ്ങൾ ടൈമിൻ്റെ ബേസിൽ നിങ്ങൾ അവസാനം നോക്കി വയ്ക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. ഞാൻ അങ്ങനെ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല കൂടുതൽ ചോദ്യങ്ങൾ. ദെൻ എലിവിയേറ്റ് വേവ് തിയറി എന്താണ്? 2 മാർക്കിൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എലിവിയേറ്റ് വേവ് തിയറി 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ടേമുകളിൽ ഏതെങ്കിലുമൊക്കെ വന്നാലായിട്ടോ. ചില സമയത്ത് ഈ പറയുന്ന ഫ്ലാക്സ് എന്താണ്, ഒരുപാട് ടേമുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈമിൻ്റെ ബേസിൽ ട്രയാങ്കിൾ എന്താണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക.
എന്തായാലും എലിവിയേറ്റ് വേവ് തിയറി നോക്കി വെച്ചോളൂ കേട്ടോ. 2 മാർക്കിലേക്കാണ് ഞാൻ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ റാൻഡം വോക്ക് തിയറി അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ടെക്നിക്കൽ അനാലിസിസ്. ടൈമിൻ്റെ ബേസിൽ ബാക്കിയുള്ളതിലേക്ക് പോകാം. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3 പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. 2 യൂണിറ്റ്സ് വരുന്നുണ്ട്, പോർട്ട്ഫോളിയോ അപ്രോച്ചും പോർട്ട്ഫോളിയോ മോഡൽസും. അപ്പോൾ ആദ്യം പോർട്ട്ഫോളിയോ അപ്രോച്ചാണ്. പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കുക. ആദ്യം തന്നെ 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പോർട്ട്ഫോളിയോ അനാലിസിസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ അനാലിസിസിൻ്റെ റിസ്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കുക. അങ്ങനെ അല്ലാണ്ട് പ്രതീക്ഷിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ സിലക്ഷൻ നിർബന്ധമായും പഠിക്കുക. 2 മാർക്കിലേക്കോ അല്ലെങ്കിൽ 5 മാർക്കിലേക്കോ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ മെയിനായിട്ട്. ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ്, പോർട്ട്ഫോളിയോ സെലക്ഷനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പോർട്ട്ഫോളിയോ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ 5 മാർക്ക്, 2 മാർക്കിലാണ് മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2 പോർട്ട്ഫോളിയോ മോഡൽസ്. അപ്പോൾ പോർട്ട്ഫോളിയോ മോഡൽസ് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം എന്തായാലും നോക്കണം ഇതിനായിട്ട് മുമ്പത്തെ യൂണിറ്റിൽ. അതുപോലെ തന്നെ നമുക്ക് നോക്കാൻ സാധിക്കുന്നൊരു യൂണിറ്റാണ് പോർട്ട്ഫോളിയോ മോഡൽസ്. 2 രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ അസറ്റ് പ്രൈസിങ് മോഡൽസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ് പ്രൈസിങ് മോഡൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം SCക്ക് സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, എന്തെങ്കിലും പഠിച്ചു വയ്ക്കുക. അസറ്റ് പ്രൈസിങ് മോഡൽസ് അതിൽ പലതരത്തിലുള്ള മോഡൽസ് ഉണ്ട്, മൾട്ടി ഫാക്ടർ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ, ആർബിട്രേജ്. എന്നാലും ഞാൻ അത് 100% എടുത്ത് വെക്കുന്നില്ല, എന്തായാലും നിങ്ങൾ നോക്കുക. ഓക്കെ, ചിലപ്പോൾ മാത്രം വരാം, ചിലപ്പോൾ മാത്രം. ഓക്കെ, അസറ്റ് പ്രൈസിങ് മോഡലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് എന്ന് പറഞ്ഞിട്ട്. ഇനി 2 മാർക്കിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്താണ്, എന്തായാലും പഠിക്കുക. അതുപോലെ തന്നെ ആർബിട്രേജ് പ്രൈസിങ് തിയറി 5 മാർക്കിൻ്റെയിലോ 2 മാർക്കിൻ്റെയിലോ പ്രതീക്ഷിക്കാം, എന്തായാലും പഠിക്കുക. ആർബിട്രേജ് പ്രൈസിങ് തിയറി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റിനെ പറ്റിയിട്ട് പറയാനുള്ള കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ SCയിൽ. ചിലപ്പോൾ വരാം, സാധ്യതയുണ്ട്, അവിടെ എന്തെങ്കിലും നോക്കുക. 100% അല്ലെങ്കിലും ഒരു 80% വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റിനെ പറ്റി പറയാനുള്ളത്. മൂവിങ് ടു ലാസ്റ്റ് ബ്ലോക്ക് പോർട്ട്ഫോളിയോ റിവിഷൻ ആൻഡ് ഇവാലുവേഷൻ. അതിൽ യൂണിറ്റ് നമ്പർ 1 പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ്. ഞാൻ SCക്ക് പ്രതീക്ഷിക്കുന്നൊരു ടോപ്പിക്കാണ്. പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണ്, നിർബന്ധമായും പഠിക്കുക. നീഡ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ എന്തായാലും പഠിക്കുക. അപ്പോൾ SA അതിൻ്റെ കൺസ്ട്രെയിൻസ്, അതുപോലെ തന്നെ നീഡ്, പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി, നീഡ്, കൺസ്ട്രെയിൻസ്. അപ്പോൾ SCക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. ഇനി ലാസ്റ്റ് യൂണിറ്റിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇവാലുവേഷൻ ഓഫ് പോർട്ട്ഫോളിയോ പെർഫോമൻസ് ആണ്. അപ്പോൾ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മാത്രം. അത് വിട്ടിട്ടുള്ളത് ഞാൻ പോർട്ട്ഫോളിയോ വ്യൂ, സെക്യൂരിറ്റി വ്യൂ 2 മാർക്ക് ചോദ്യം. ദെൻ ഷാർപ്പ് റേഷ്യോ എന്താണ്, 2 മാർക്കിൽ പ്രതീക്ഷിക്കുക. അത്ര തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഷാർപ്പ്. പിന്നെ ജെൻസൺസ് പെർഫോമൻസ് ഇൻഡെക്സ് 2 മാർക്ക് നോക്കി വയ്ക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ മൊത്തം കാര്യങ്ങൾ. ഇനി അപ്പോൾ ഒന്ന് ഫോക്കസ് ഒന്നും കൂടിയും കൊടുക്കുകയാണെങ്കിൽ SCക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ ഏരിയാസ് ഏതൊക്കെയാണ്? ബിഹേവിയർ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഫണ്ടമെൻ്റൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്ട്ഫോളിയോ സിലക്ഷൻ ഉണ്ട്, അസറ്റ് പ്രൈസിങ് മോഡൽസ് ഉണ്ട്, ദെൻ പോർട്ട്ഫോളിയോ റിവിഷൻ ഉണ്ട്. ഇതൊക്കെ SCക്ക് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ 2 മാർക്സ് 5 മാർക്സിൻ്റെ കാര്യങ്ങൾ സെപ്പറേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ മെയിനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയാണ്, എന്നാലും അത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ
ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംകോമിൻ്റെ നമുക്ക് തേർഡ് സെമസ്റ്ററിൽ ഈ പേപ്പറിലാണ്ട് തന്നെ ഇൻകം ടാക്സ് വലിയൊരു സബ്ജക്റ്റാണ്. അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഇതിനൊക്കെ എല്ലാ പേപ്പേഴ്സിനും സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട് അല്ലേ, ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വായിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ബട്ട് അതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കാം. പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മളാണെങ്കിൽ എല്ലാം പഠിപ്പിക്കും. അതിൽ ഞാൻ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അത് ആദ്യം പഠിക്കുക, അതിനുശേഷം ബാക്കിയിലേക്ക് ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.